സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. അപ്പം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനൊക്കെ ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അവസാനത്തെ കണക്കുകൾ പ്രകാരം വോട്ടർ പട്ടികയിൽ 2.69 കോടി വോട്ടർമാരാണ് ഉള്ളത്. കരട് പട്ടികയിൽ നിന്ന് 53,229 പേർ ഒഴിവായതിനു ശേഷം 15,11,292 വോട്ടർമാരുടെ വർധനവുണ്ട്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങളുമായി ചേർന്നത്. ആഷിഖെ, അപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള പട്ടികയാണ് പുറപ്പെടുന്നത്. ഈ മുൻപുള്ള, അതായത് SIRന് മുൻപുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് 9 ലക്ഷം പേരുടെ കുറവോടുകൂടിയുള്ള പട്ടിക കൂടിയാണിത്. സേതു, 3.5 മാസത്തെ നടപടിക്രമങ്ങൾക്കൊടുവിലാണ് സംസ്ഥാനത്ത് SIRന്റെ അന്തിമ ഈ വോട്ടർ പട്ടിക തയ്യാറാകുന്നത്. അതിൽ 2.69 കോടി വോട്ടർമാരാണുള്ളത്. ഇത് നേരത്തെയുള്ള വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 9 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 16 ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2,86,00,000 പേരായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അത് ഈ SIRമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 16 ലക്ഷം ആളുകളുടെ കുറവ് എന്തായാലും ഈ വോട്ടർ പട്ടികയിലുണ്ട്. നമുക്കറിയാവുന്നതിലെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച പിന്നാലെ ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ഒഴിവായത്. പിന്നീട് ഇങ്ങോട്ട് ഈ ഹിയറിങ്ങും മറ്റ് പരാതികളെല്ലാം പരിഹരിച്ച ശേഷമാണ് എന്തായാലും അതിലേക്ക് കൂടുതൽ ആളുകളെ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് പ്രവാസികളടക്കം വലിയ രീതിയിൽ വോട്ട് ചേർക്കുന്നത് കണ്ടു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 9 ലക്ഷം ആളുകളാണ് അതിൽ കുറവ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും പരാതികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെയും രാഷ്ട്രീയ പാർട്ടികളുമായി യോഗത്തിൽ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിലെ അടക്കം വിവിധ വിഷയങ്ങൾ ഇത്തരത്തിൽ CPM നേതാക്കളടക്കം ഉന്നയിക്കുന്നത് കണ്ടു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇത് അന്തിമ പട്ടികയായി പറയുന്ന സമയത്ത് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത്തരത്തിൽ വോട്ട് ചേർക്കാനുള്ള അവസരം എല്ലാവർക്കും നൽകും എന്നുള്ളതാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും കൂടുതൽ ആ നടപടിയിൽ വരിക. എന്തായാലും ഇന്ന് അന്തിമ ഈ റിപ്പോർട്ട്, അതായത് ഈ വോട്ടർ പട്ടിക വരുന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏകദേശം 2,69 ലക്ഷം ആളുകളാണുള്ളത്. അതിൽ കൂടുതൽ എത്രത്തോളം പേരെ ഒഴിവായി എന്നുള്ള അന്തിമ കണക്ക് ഓരോ വാർഡടിസ്ഥാനത്തിൽ ലഭിക്കുമ്പോഴാണ് എവിടെയെല്ലാമാണ് ആളുകൾ കൂടുതലായിട്ട് ഒഴിവാക്കിയിട്ടുള്ളത് എന്നതൊക്കെ മനസ്സിലാക്കുക. തുടർന്നായിരിക്കും എന്തായാലും രാഷ്ട്രീയ പാർട്ടികളടക്കം കൂടുതൽ പേരെ ഈ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നീക്കുക. എന്തായാലും വലിയ പരാതികൾ ഉയർന്നു. ഏകദേശം 3.5 മാസത്തിന് ശേഷമാണ് ഈ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് എത്തുന്നത്. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് കൂടി നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വ്യാപകമായ പരാതി ഉയർന്നു. CPM-ഉം കോൺഗ്രസും ഒരുപോലെ പരാതി ഉയർത്തിയ സംഭവമാണ്. മുഖ്യമന്ത്രി അടക്കം ഒരു വാർഡിൽ നിന്ന് പകുതിയോളം പേർ ഒഴിവായ വിഷയമടക്കം സൂചിപ്പിച്ചതാണ്. അതിനാൽ തന്നെ അതിന്റെ ഭാഗമായി കൂടിയാണ് നേറ്റിവിറ്റി കാർഡ് അടക്കം സംസ്ഥാനത്ത് കൊണ്ടുവന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ സംസ്ഥാനം ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പോലും എന്തായാലും ഈ നടപടിക്രമങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ ഈ കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ SIR നടപടിക്രമങ്ങളിലൊക്കെ സംസ്ഥാനത്ത് നിന്നും വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നടപടിക്രമങ്ങളൊക്കെ, ആ പ്രൊസീജിയേഴ്സ് ഒക്കെ പൂർത്തിയാക്കി. അതിനുശേഷം ഇന്നിപ്പം ഈ പട്ടിക പുറപ്പെടുവിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പിന്നെ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന മുൻപത്തെ ഈ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 9 ലക്ഷം പേരുടെ കുറവും കൂടി ഇതിനകത്തുണ്ട്. അപ്പം അതിനുള്ളൊരു വിശദീകരണമൊക്കെ ഇന്നലെ രത്തൻ യു കേൽക്കർ നൽകുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ആ കുറവ് വന്നത് എന്നുള്ള വിശദീകരണമൊക്കെ നൽകിയിരുന്നു. നമുക്ക് വോട്ടർ പട്ടിക വരുന്ന സമയത്ത് നോക്കാം.